എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ച് റെലവൻ്റ് ആയിട്ടൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നത്. ഇത് കുറച്ച് സീരിയസ് ആയിട്ടൊരു മാറ്ററാണ്. റീൽ ആൻഡ് റിയൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് നിലവിൽ ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ചുമ്മാ റീച്ചിന് വേണ്ടി എന്തൊക്കെയോ കാട്ടായങ്ങൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം വിപരീതമായി സമൂഹത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടുന്ന ഒരു ചാനലാണ് ഈ റീൽ ആൻഡ് റിയൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ. ഈ യൂട്യൂബ് ചാനലിൽ ജെഫിൻ്റെയും ശരണ്യമോളുടെയും അവരുടെ ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂവിനകത്ത് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ആ മകൻ വിദേശത്തേക്ക് എങ്ങനെയെങ്കിലും കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ രക്ഷപ്പെടാൻ സാധിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ നിരവധി പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യം ഈ മകൻ എങ്ങനെയാണ് വിദേശത്തേക്ക് പോകാനായിട്ട് ആ കുടുംബത്തിന് കാണിച്ച കമ്മിറ്റ്മെന്റ് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. അതുപോലെ തന്നെ ഇവന്റെ ഈ കാനഡയ്ക്ക് പോകുന്നതിന്റെ ഒരു കാര്യങ്ങൾക്കും ഞാനോ ചേട്ടനോ ഒന്നിനും പൈസ ഉണ്ടാക്കി കൊടുത്തല്ലാതെ അവന്റെ പേപ്പർ വർക്കിനോ അല്ലെങ്കിൽ അവന് ഓരോ പോകേണ്ട കാര്യങ്ങൾക്കോ ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ട് വിടാനല്ലാതെ ഒരു കാര്യത്തിനും വിടില്ല. അവനാണ് അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അവൻ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അവൻ അത്രയും വർക്ക് ചെയ്യുന്നവനായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു പേടിയില്ലായിരുന്നു കൊച്ചിനെ വിടുന്നതിന്. അച്ഛനോട് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം കാനഡയിൽ പോയിട്ടാണ് കുറച്ച് പ്രശ്നങ്ങളിലേക്ക് ചെന്ന് വീണത്. കാനഡയിലേക്ക് പോയത് എങ്ങനെയാ? സ്വന്തമായിട്ട് ജോലി ചെയ്ത് സ്വന്തമായിട്ട് അധ്വാനിച്ച് IELTS ഒരു കോച്ചിങ് ക്ലാസ്സിലും പോകാതെ സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് പഠിച്ച് IELTS പാസ്സായവർക്കറിയാം അതെന്ത് പ്രയാസപ്പെട്ടൊരു സാധനമാണ് ഇത് പാസ്സാകുക എന്നുള്ളത്. ആ സാധനം ഒറ്റയ്ക്കിരുന്ന് പഠിച്ചിട്ടാണ് പുള്ളിക്കാരൻ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ IELTS പാസ്സായി കാനഡയിലേക്ക് പോയത്. ആ സമയത്തും എല്ലാ കാര്യങ്ങളും, അതായത് ആരുടെയും സപ്പോർട്ടില്ലാതെ കുടുംബത്തിന്റെ സപ്പോർട്ടില്ലാതെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് ഈ ഒരു ജീവിത ലക്ഷ്യത്തിൽ എത്തണം, ജീവിതം ഇങ്ങനെ വിജയിക്കണമെന്ന് ചിന്തിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പല കുട്ടികളും ചെയ്യുന്നത് പോലെയാണ് അദ്ദേഹം ഡെഡിക്കേഷനോടെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കണ്ട് വിദേശത്തേക്ക് കയറിപ്പോയി. അവിടെ കയറിപ്പോയപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഉണ്ടായിരുന്നു. ആ സുഹൃത്തുക്കളിൽ നിന്നും വളരെ മോശമായ ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിന് നേരിടേണ്ടതായിട്ട് വന്നു. കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. ആ കേൾപ്പിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ത് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അനുഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. നിലവിൽ നമ്മുടെ രാജ്യത്ത് നിന്ന് എല്ലാവരും കാനഡ, അമേരിക്ക, റഷ്യ, US എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓടിപ്പോകും. ഈ പോയി കഴിയുമ്പോഴത്തേനും അവിടെ ചെന്നാൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് ഇവിടെയുള്ള ആരും ചിന്തിക്കുന്നില്ല. എങ്ങനെയെങ്കിലും കയറി പോവുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും പോകുന്നത്. മറ്റ് ചില ആളുകൾ പോയി അവിടെ ചെന്ന് അടിച്ച് പൊളിക്കുക, അടിപൊളി ലൈഫ് എന്ന് പറഞ്ഞിട്ടായിരിക്കും പോകുന്നത്. ഏതായാലും ഈ പുള്ളിക്കാരൻ, ഈ ജെഫിൻ അവിടെ അനുഭവിച്ച കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് നോക്കാം, നമുക്ക് കേട്ടു നോക്കാം. അതോടൊപ്പം തന്നെ ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ഒരു സൈക്കോളജി കൗൺസിലിംഗ് വേണ്ട അവസ്ഥയിലേക്ക് പോയി നിന്നിരിക്കുകയാണ്. ഇത് ഞാൻ കാണിക്കാനുള്ള കാരണം, ഇത് വിദേശത്തേക്ക് പോകണമെന്നില്ല, നമ്മുടെ ഇവിടെ നിന്നാലും നമ്മുടെ മാനസിക നില ഇത്തരത്തിൽ ഗുരുതരമാക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ആവശ്യമെങ്കിൽ ഇത്തരത്തിൽ കൗൺസിലിംഗ് എടുക്കുക, ആവശ്യമെങ്കിൽ മറ്റാളുകളോട് സംസാരിക്കുക, ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി വരാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചുറ്റും സംഭവിക്കുന്നുണ്ടെന്ന് പ്രധാനമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ജെഫിൻ പറയുന്നത് കേട്ടു നോക്കാം. ആദ്യം പറഞ്ഞ അമ്മ എന്നെ വിളിക്കാറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട്, സെക്ഷുവലായിട്ട് സംസാരിക്കാറുണ്ട്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയാൻ എന്റെ സ്വന്തം അമ്മ. ഈ പുള്ളിക്കാരൻ്റെ അമ്മ ഈ പുള്ളിക്കാരൻ്റെ സഹപാഠികളുമായിട്ട് വിളിക്കാറുണ്ട്, മോശമായ രീതിയിൽ സംഭാഷണം നടത്താറുണ്ട്, വീഡിയോ കോൾ ചെയ്യാറുണ്ട് എന്നെല്ലാം ഈ പറയുന്ന കൂട്ടുകാരായിട്ടുള്ള കൂടെ നിൽക്കുന്ന ആളുകൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഇദ്ദേഹത്തെ മാനിപ്പുലേറ്റ് ചെയ്യുകയും ഇദ്ദേഹത്തെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യുകയും സെക്ഷലിയും മെന്റലിയും അബ്യൂസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ലഹരിക്ക് അടിമയാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. നിന്റെ അമ്മയുടെ വീഡിയോകൾ ഞങ്ങളുടെ ഫോണിലുണ്ട്, നീ കാണണം, നിന്റെ അമ്മയുടെ സെക്സ് വീഡിയോകൾ കാണിച്ചു തരാം നിന്നെ, അതുപോലെ അവരുടെ കയ്യിൽ അതുണ്ട്, നീ ഇത് കണ്ടു നോക്കാനൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേനും ഒരു മകന്റെ മാനസികാവസ്ഥ ചിന്തിക്കണം. ഒരു മകൻ ഒരിക്കലും വിശ്വസിക്കില്ല, എന്നാലും ഇത് കേൾക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും പല തരത്തിലുള്ള കൊന്തളിപ്പുകളും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മക്കളുണ്ടാകുമ്പോൾ ഭാവിയിൽ അവരിത് കാണുമ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നില്ല, കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കുൽസിതങ്ങൾ കാണിച്ചായാലും കാശുണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന കുറച്ച് ആളുകൾ ഞങ്ങളുടെ മക്കളെ സേഫായി, മക്കളുടെ ജീവിതം രക്ഷിക്കാനായിട്ടാണ്, മക്കളെ പഠിപ്പിക്കാനായിട്ട് പോകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ മക്കൾ ഒരു കോളേജ് പ്രായത്തിലെത്തുമ്പോഴത്തേനും അവരുടെ കൂട്ടുകാർ പറയാം നിന്റെ അമ്മയുടെ ഒറ്റ വീഡിയോ നമ്മളിലുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ബോധമുള്ളവർ ബോധത്തോടെ പെരുമാറും കേട്ടോ. നമുക്ക് ബാക്കിയേക്കാം. മാനസികമായിട്ട് ശരിക്കും തളർന്നു. അപ്പൊ ഇതിപ്പം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു, അച്ചാച്ചനെ വിളിച്ചു പറഞ്ഞു, അച്ഛച്ച അമ്മ മോശം സ്ത്രീയാണ്, അവരിങ്ങനെ സെക്സ് എൻ്റെ കൂട്ടുകാരൻ. ഇവന്റെ ചെവിക്കലിന് വേണം ആദ്യം കൊടുക്കാൻ. ഇതിങ്ങനെ സംസാരിച്ച ഉടനെ അത് വിശ്വസിച്ചു പുള്ളി, എന്നിട്ടാണ് വിളിച്ചു പറഞ്ഞത്. അന്നേരത്തെ ഒരു മാനസികാവസ്ഥയാകും, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിനകത്തെ ഒരു യാഥാർത്ഥ്യം തിരക്കാതെ അപ്പോഴേ
അത് സംശയിച്ചു എന്നുള്ളത് ഒരു പോരായ്മയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ആ അമ്മയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അമ്മ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല, പക്ഷെ മകൻ അത് വിശ്വസിച്ചു. അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? എന്തൊക്കെയാണോ ഫോണിൽ ഇവരുടെ സെക്സ് വീഡിയോകളൊക്കെ ഉണ്ട്, അച്ചാച്ചൻ കാണണം, അശ്രീ കൊള്ളില്ലാത്തന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എന്നെ ഒത്തിരി അമ്മമാർ പറഞ്ഞു പേടിച്ചു. ഞാൻ പേടിച്ചിട്ട് അച്ഛനെ അമ്മേനെ അപ്പം തന്നെ വിളിക്കുകയൊക്കെ ചെയ്തു. വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ആ സംഭവം അവന്മാർ ഇങ്ങനെയൊക്കെ പറയാണ്ട്, ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ എന്നെ കാണിച്ചു തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനിതൊന്നും കാണാണ്ട്, ഞാനിതൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഞാൻ അവിടെ നിന്ന് പുറത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിലും വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി ഞാൻ നിന്നിരുന്നു. അങ്ങനെ ഓടി ഈ പുള്ളിക്കാരനൊരു മാനസികമായിട്ടൊരു ഡ്രോമയിലേക്ക് എത്തിച്ചേർന്നു. ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ നിരന്തരമായിട്ട് സെക്ഷലിയും മെന്റലിയും അബ്യൂസ് ചെയ്യുകയും ഹറാസ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതിനെ തുടർന്ന് ഈ മറ്റൊരു അവിടെ നടന്നൊരു സംഭവം കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ആ സംഭവം നമ്മൾ ഇപ്പോഴത്തെ സമൂഹത്തിൽ ഞാനൊരു +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ റിലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വിഷയം എടുക്കുന്നതും ഈ വിഷയം നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ ഇത് റിലവൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ ഒരു കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ എനിക്ക് ഡേ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഞാൻ നൈറ്റ് പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേനും ഇവന്മാർ എൻ്റെ ഡ്രസ്സേൽ ഈ സ്പേം അല്ല ആണുങ്ങളുടെ സ്പേം ഒക്കെ എടുത്ത് തൂത്ത് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് അത്ര മോശമായിട്ടൊക്കെ ഇവർ ചെയ്തു വെക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യേണ്ടെന്നും ഇങ്ങനെ അവന്മാർ 24 മണിക്കൂർ ഗേൾസിനൊക്കെ വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ ഇനി വീണ്ടും അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ പറയാനുള്ള കാരണം, ഞാനൊരു ഡിഗ്രി പഠിക്കുന്ന സമയത്ത് ഒറ്റക്കല്ലിലാണ് ഞാൻ പഠിച്ചത്. കൊല്ലം ജില്ലയിലുള്ള തെന്മലയ്ക്ക് അടുത്തുള്ള ഒറ്റക്കല്ലിലാണ് ഞാൻ പഠിച്ചത്. അവിടുന്ന് ഈ പട്ടാഴിയൊക്കെ പോകുന്ന സമയത്ത് അന്ന് എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ, സുഹൃത്തുക്കൾ പറയുമായിരുന്നു, ബസ്സിലിരുന്ന് പുരുഷന്മാർ ഈ പെൺകുട്ടികളെ കാണുമ്പോൾ ഇവരോട് ചേർന്ന് നിന്നിട്ട് ഇത്തരത്തിലുള്ള കുൽസിത പരിപാടികൾ ചെയ്യുമെന്ന്. ഈ സാധനം ഇപ്പോൾ കുറവാണോ? സവാദ് ബസ്സിൽ ഇരുന്ന് എന്താ കാണിച്ചത്? അതേപോലെ തന്നെ എത്ര കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. കൊല്ലത്തുരുത്തൻ നഗ്നതാ പ്രദർശനം ബസ്സിൽ ഇരുന്നവരെ കാണിച്ചെന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ നാട്ടിലും തീർച്ചയായിട്ടും വളരെ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരു സാധനമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കുക, കൂടെയുള്ള ഒരാൾ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. നിങ്ങളെ ഇത്തരത്തിലുള്ള മെന്റൽ ട്രോമയിലേക്ക് എത്തിക്കാനായിട്ട് അവർക്കൊരു പ്രശ്നമില്ല. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകത്തില്ല. അതിൽ നിന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടത് നിങ്ങളാണ്. അത്തരം ഒരു പ്രശ്നത്തിലേക്ക് പോകാതിരിക്കുക. ഈ പുള്ളിക്കാരൻ്റെ ഈ ഒരു എപ്പിസോഡ് 1 വന്നിരിക്കുന്നത്. 2ാമത്തെ എപ്പിസോഡ് ചിലപ്പോൾ റിലീസ് ആവുമായിരിക്കും. പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഒരാൾ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും താഴേക്കിടയിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണമെന്ന് കരുതിയിട്ട് പല കാര്യങ്ങളിലേക്കും മുൻചെല്ലുമ്പോഴത്തേനും സ്വന്തം അധ്വാനത്തിൽ സ്വന്തമായിട്ട് പഠിച്ച് എങ്ങനെയെങ്കിലും ജീവിതത്തിൽ മുന്നേറണമെന്നും പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേനും അയാളുടെ ജീവിതം നശിപ്പിച്ച്, അയാളുടെ പഠനം നശിപ്പിച്ച്, അയാളുടെ മാനസിക നില നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി വിട്ട അദ്ദേഹത്തെ. ഇവന്മാർക്കൊക്കെ എതിരെ പോലീസ് കേസ് എടുക്കണം. തീർച്ചയായിട്ടും അവന്മാർക്കെതിരെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തൂ. ഇത്തരത്തിലൊരു അവസ്ഥ ആർക്കും വരാതിരിക്കുക. നിങ്ങൾ സഡനായിട്ട് പ്രതികരിക്കാൻ പഠിക്കുക. തീർച്ചയായിട്ടും പ്രതികരിക്കുക. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. റയർ റീൽസ് എന്ന ചാനലിൽ ഞാൻ ഒരു പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ നൽകുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ.